വൈകിട്ട് 8 മണിക്കാണ് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അതിന് മുന്നോടിയായിട്ട് വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനുള്ളിലായിരുന്ന പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും അടക്കമുള്ളവരെ എല്ലാവരും പുറത്തേക്ക് എത്തി വലിയ സെക്യൂരിറ്റി ചെക്കിംഗ് നടത്തുകയാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ട് തന്നെ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതികരണം ഈ ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അവർ പറയുന്ന കൃത്യമായിട്ടൊരു കാര്യം, അതായത് ബി.ജെ.പി. ഈ ഒരു വിജയം ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഇനി ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ ഒരു വിജയം ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഈ ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാർ ഒരു വോട്ട് ബാങ്കായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് മഹാരാഷ്ട്രയിലായിക്കോട്ടെ, ഇതിപ്പോൾ ബീഹാറിലേക്കായിക്കോട്ടെ, കൃത്യമായിട്ട് സ്ത്രീകൾ വോട്ട് ബാങ്കായി, രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾ വോട്ട് ബാങ്കായി മാറുന്നു. ആ വോട്ട് ബാങ്കിനെ തകർക്കാനായിട്ട് ഏതെങ്കിലും ചെറിയ വിഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ അല്ലെങ്കിൽ അവരെ കൊണ്ട് സാധിക്കാത്ത തരത്തിലേക്ക് സ്ത്രീകൾ വോട്ട് ബാങ്കായി മാറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആഘോഷങ്ങളിലേക്ക് ബി.ജെ.പി. ആസ്ഥാനം എത്തിക്കഴിഞ്ഞു. ഇവിടെ വിവിധ സേനകളുടെ സെക്യൂരിറ്റി അടക്കം NSG അടക്കമുള്ള സേനാ വിഭാഗങ്ങളുടെ സെക്യൂരിറ്റിയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി പോലീസ്, അതോടൊപ്പം തന്നെ മറ്റു സേനാ വിഭാഗങ്ങളിലൊക്കെയും സെക്യൂരിറ്റി തലത്തിലുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് അടക്കമുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും ബീഹാറിലേക്ക് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ ബി.ജെ.പി. നേടിയത് അപ്രമാദിത്വമായിട്ടുള്ളൊരു വിജയമാണ്. പ്രത്യേകിച്ച് 20 വർഷങ്ങൾക്കിപ്പുറം ബി.ജെ.പി. അല്ലെങ്കിൽ ഒരു പാർട്ടി നേടുന്ന ഏറ്റവും വലിയ വിജയമാണ്. ഇതിനു മുൻപ് 2010 ഇത്തരം ഒരു വിജയം ഉണ്ടായത്. ആ വിജയത്തിൽ അന്നുണ്ടായിരുന്ന വിജയം എന്ന് പറയുന്നത് അവിടെ JDU ആയിരുന്നു. ഇന്നത്തെ ബി.ജെ.പിയുടെ നില അന്ന് പിടിച്ചത് JDU ആയിരുന്നു. എന്നാൽ രണ്ടാം സ്ഥാനം അന്നും കരസ്ഥമാക്കിയത് ബി.ജെ.പി. ആയിരുന്നു. അതിന്റെ ഒരു തനിയാവർത്തനം എന്ന വണ്ണം ഇപ്പോൾ ബി.ജെ.പി. ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു, രണ്ടാം സ്ഥാനത്തേക്ക് JDU തള്ളപ്പെടുന്നു എന്നുള്ള നിലയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും JDU 2020 ഉണ്ടായിരുന്ന 43 സീറ്റുകൾ എന്നുള്ളത് അതിനെ ഓവർകം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് 80 സീറ്റുകളിലേക്ക് JDU വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ബീഹാർ രാഷ്ട്രീയം മാറി മറിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ, സ്ത്രീകൾ ഒരു വോട്ട് ബാങ്കായി മാറിയത് വലിയ തോതിൽ തന്നെ യുവാക്കളുടെ വോട്ടുകളെയും അതോടൊപ്പം തന്നെ പ്രായമായവരുടെ വോട്ടുകളെയൊക്കെ പിന്തള്ളി, പുതിയ വോട്ടുകളെയൊക്കെ പിന്തള്ളി സ്ത്രീകൾ ബ്ലോക്കായിട്ട് ഒരു കക്ഷിയിലേക്ക് വന്നു ചേരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ സുമോദ് സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകൾക്ക് ഫ്രീ ബീസ്, അതായത് അവർക്ക് 10,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതി, മഹിളാ യോജന പദ്ധതി, അത് ഉദ്ഘാടനം ചെയ്ത് അത് ഈ തെരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾ മുമ്പ് കൊടുത്തു തുടങ്ങിയതാണ്. അത് നിർത്തണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസും RJD അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ട് പോലും യാതൊരു മറുപടിയും കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് അത് കൃത്യമായിട്ട് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം എന്തായാലും ബി.ജെ.പിക്ക് നേടാനായിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ മേഖലയിലും പണിയെടുക്കുന്നവരെയൊക്കെയും, അതായത് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന ബി.ജെ.പി. ബീഹാറിലെ യുവാക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും കൃത്യമായിട്ട് അവരെയൊക്കെയും ഉദ്ബോധിപ്പിക്കുന്ന ആ തരത്തിലേക്ക് ബി.ജെ.പിയുടെ ഈ പ്രഖ്യാപനങ്ങൾ മാറിയിട്ടുണ്ട്. അവരുടെയൊക്കെയും വീടുകളിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം ചെല്ലുന്ന ഒരു പദ്ധതിയാണ് കൃത്യമായിട്ട് ബി.ജെ.പി. നടപ്പിലാക്കിയത്. അതെന്തായാലും ആളുകളിലേക്ക് ഇറങ്ങിയ പ്രവർത്തനമാണ്, ആ ഓപ്പറേഷനാണ് സക്സസ് ആയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സജു, ധനസുബോധ് വീണ്ടും ചേരുന്നുണ്ട്. ധനസുബോധ്, ഈ തേരോട്ടം, ഈ ബീഹാറിലെ തേരോട്ടം, അത് കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് പോലും ഭദ്രമാക്കുന്ന കാര്യമല്ലേ എന്നുള്ളതാണ്. കാരണം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്, ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചിരുന്നത് ആ സഖ്യം അവിടെ വലിയ വിജയമുണ്ടാക്കുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും JDU NDA വിടുന്നു, അങ്ങനെ മോദി സർക്കാർ നിലംപൊത്തുന്നു, അങ്ങനെയുള്ള കൂട്ടൽ ഉണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിന്. അതിന് ഏറ്റവും വലിയ പ്രഹരമായിട്ട് തന്നെ ഇതിനെ കാണണം എന്നുള്ളതാണ്. മാത്രവുമല്ല, ബീഹാറിൽ പ്രതിപക്ഷം കെട്ടിയ ആ മനക്കോട്ട തകരുന്നതിനൊപ്പം തന്നെ എങ്ങനെയായിരിക്കും, അതായത് കേന്ദ്രത്തിൽ എത്രത്തോളം ആ അധികാര തുടർച്ച ബീഹാറിൽ ലഭിക്കുന്നതോടുകൂടി കേന്ദ്രത്തിൽ ഇനി എത്രത്തോളം ഉറപ്പിക്കാൻ മോദിക്കും കൂട്ടർക്കും സാധിക്കും എന്നുള്ളത് കൂടിയാണ്. അതിന് കുറച്ചുകൂടി ശക്തി പകരുന്നതല്ലേ ബീഹാറിന്റെ റിസൾട്ട്? ഇപ്പോൾ വാർത്താ ഡെവലപ്മെന്റ് നടക്കുന്നത്, ഇപ്പോൾ ഒരു അടിയന്തര യോഗങ്ങൾ ഡൽഹിയിലും പാട്നയിലും ചേരുന്നു എന്നുള്ളത് തന്നെയാണ്. അമിത്ഷയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷുമായിട്ടാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാട്നയിലാകട്ടെ നിതീഷ് കുമാറും JDUവിന്റെ ദേശീയ അധ്യക്ഷനും ഒരുമിച്ച് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങോട്ട് നീങ്ങണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഈ ഇരു പാർട്ടികളും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യത്തിലേക്ക് പറഞ്ഞാൽ, ഈ തരത്തിലുള്ള
ഒരു വിജയം, അതായത് എക്സിറ്റ് പോളുകൾക്ക് അപ്പുറം നിൽക്കുന്ന ഈ ഒരു വിജയം വലിയ ആത്മവിശ്വാസമാണ് ഈ BJPക്ക് നൽകിയിരിക്കുന്നത്. കാരണം BJP ഇപ്പോൾ ഒറ്റ മൈനോറിറ്റി സർക്കാരാണ്. JDUവിന്റെയും TDPയുടെയും പിന്തുണയോടെ തന്നെയാണ് മൂന്നാം മോദി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ബീഹാറിന് വേണ്ടി കൂടുതൽ തുക അനുവദിച്ചു, മക്കാന കോർപ്പറേഷൻ അനുവദിച്ചു, എയിംസ് കേരളം ആണെങ്കിൽ ഒരു എയിംസിന് വേണ്ടി പതിറ്റാണ്ടുകളായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിലാണെങ്കിൽ ഒരു എയിംസ് അനുവദിച്ചതിന് ശേഷം രണ്ടാമത്തെ എയിംസ് കൂടി അനുവദിക്കുകയാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനിടയിൽ പ്രചാരണത്തിനിടയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അവരുടെ ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിലടക്കം കേസ് കൊടുക്കുന്നു. അവർക്ക് ഫണ്ട് കൊടുക്കുന്നില്ല. പക്ഷേ ബീഹാറിന് വാരിക്കോരി ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു ഭരണമാറ്റം ബീഹാറിൽ ഉണ്ടാകുകയാണെങ്കിൽ ഈ ഫണ്ട് വരുന്നത് തടസ്സപ്പെടുമെന്നും ബീഹാറിന്റെ വികസന സാധ്യതകളെ അത് ഇല്ലാതാക്കും എന്നുള്ള ഒരു പ്രചരണം കൂടിയായിരുന്നു താഴെത്തട്ടിൽ വളരെ ശക്തമായി അഴിച്ചുവിട്ടേണ്ടിരുന്നത്. അതുകൂടി ഒരു ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി.